ഇതിന്റെ പേര് എന്താ? പലർക്കും അറിയില്ല ഇതിന്റെ പേര് എന്താണെന്ന്. ഇല്ല, പേരറിയത്തില്ല. നമ്മളിവിടെ സുധാകരൻ IPS എന്നാ അതിനെ വിളിക്കുന്നത്. അവിടെ എന്താണാവോ പേര്? ഇതിന്റെ പേരാണ് മുറ്റ. ഓ, മൊട്ട. വെരി ക്യൂട്ട്. പിന്നെ ഇതിന്റെ കളർ വന്നിട്ട് വൈറ്റ് കളറാണ്. പലർക്കും അറിയില്ല. അയ്യോ, നമ്മളിവിടെയെല്ലാം ആകാശനീല, തൈര് വെള്ള, കിളിപ്പച്ച, ചാണകപ്പച്ച ഈ കളറിലാണ് നമുക്ക് മുട്ടകൾ വിരിയാറുള്ളത്. പലയിടത്തും ഉണ്ടാവലില്ല ഈ വൈറ്റ് കളർ മുറ്റ. ശരിയാ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കാരണം നമ്മളിവിടെ കോഴിയൊക്കെ മൂട്ടുന്ന ഗുലാബ് ജാമാണ് തരുന്നത്. അയ്യോ, ഭയങ്കരം തന്നെ. സോ ഇത് ഒറ്റ വായിക്കിട്ട് കഴിക്കുന്നവരുടെ ഭയങ്കര ഒരു സാഹസ്യമാണ്. ആ, ചേട്ടനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എല്ലാം കയറി പോകും. ഒറ്റ വായിലും മുട്ടയായാലും കുക്കുംബർ വരെ വേണമെങ്കിൽ കയറി പോകുമായിരിക്കും. ചെറിയ കുട്ടികൾ ആരും ഇത് ട്രൈ ചെയ്യരുത്. ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ചെറിയ കുട്ടികളല്ല, വലിയ കുട്ടികളായാലും ഇന്നിപ്പോ മുട്ടയുടെ ട്രൈ ചെയ്യുന്നെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും ആയിരിക്കും ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആരും ഇത് കണ്ടെങ്കിൽ ഇരുന്നാൽ മതി, ട്രൈ ചെയ്യണ്ട. ആരും കൊതിവെക്കല്ലേ. അതിന്റെ ഇടയിൽ ഒരു 5 കിലോ ക്യൂട്ട്നസ് വാരി ഇടും. ആരും കൊതിവെക്കല്ല. മുട്ട മുട്ടയുടെ കൊട്ട. കോളിംഗ് ബെല്ലേ ഇത്? ഹലോ, ഒരു കാര്യം പറയട്ടെ. ഐ ലവ് യു. എന്താ എന്റെ ഉദ്ദേശം? ഇഷ്ടമാ ശരിക്കും. മര്യാദ കേസ് പറയടാ. അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. എന്തോ ഇർഫാൻ ഇപ്പൊ പറയ. ഇർഫാനെ, എനിക്ക് ഇഷ്ടം മുട്ടിയിരിക്കോ ഇപ്പൊ. എനിക്ക് കെട്ടാ മുട്ടിയിരിക്കാണ്. ഇപ്പളേ പറയാൻ പറ്റൂ ഇല്ലയോ? ബ്ലോക്ക് ആക്കാൻ പോവനെ. ഞാൻ സിൻസിയറായിട്ട് ലാസ്റ്റ് ചോദിക്കും. ഇനി വിളിയും മറച്ചിലൊന്നും ഇല്ല. ഇഷ്ടമാണോ അല്ലയോ? ഒരാള് സ്നേഹം പറയുമ്പോ ഇർഫാൻ ഇങ്ങനെയല്ല ചെയ്യണ്ടാട്ടാ. ശരി, ബൈ. പാവം, അവള് സിൻസിയർ ആയിട്ടാ സ്നേഹിക്കുന്നത്. അവളെ നീ എത്ര കാണിക്കുന്ന എന്തുവാ? ആമ്പിള്ളാരെ കുറച്ച് ധൈര്യം വേണം. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. അതിനെന്തോ എത്രയോ ഫ്രണ്ട്ഷിപ്പ് ലൈനിന്റെ അവസാനിക്കുന്നുണ്ട്. പക്ഷെ ഈ ജാതി സൂക്കേടോട്ട് എന്റെ അടുത്ത് വരണ്ട. ഞാൻ അതിനുള്ള ആളല്ല. ഐ ലവ് യു പറഞ്ഞ തീരുവെന്ന് വിഷയമുള്ളൂ ഇപ്പൊ. പറയാൻ പറ്റത്തില്ല. എടാ പുയർ നൻപനാടാ നീ. ജസ്റ്റ് ഒരു പ്രാങ്ക് ആയിരുന്നു വെച്ചാല് കാര്യം ഞാൻ പറയട്ടെ. എന്തൊക്കെ പറഞ്ഞാലും ഈസ് എ ജെനുവൻ ഫ്രണ്ട്. ഈ കാലത്ത് അതുപോലത്തെ ഒരു ഫ്രണ്ടിനെ കിട്ടാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിള്ളേർക്ക് 500 രൂപ ഗിഫ്റ്റ് ചെയ്തിരിക്കാം. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളെ കാണാൻ വരുന്ന അതിന് വേണ്ടി ഹലോ, ഒരു കാര്യം പറയട്ടെ. ഐ ലവ് യു. എന്താ എന്റെ ഉദ്ദേശം? ഇഷ്ടമാ ശരിക്കും. മര്യാദ മോളിൽ കയറി കുടുങ്ങി പോയി ഫയർഫോഴ്സിനെ വിളിക്കാൻ പോവാ. തീനെ ഒരു സാഹസികമായി പോയി. ആക്കിപ്പോ ഇറങ്ങാൻ പറ്റുന്നില്ല. മുകളിലാണ് കിടക്കുന്നത്. ഗൈസ്, വുമൻസ് ഡേ ആയതുകൊണ്ട് ഒരു തീം എടുക്കാതെ വിചാരിച്ച്. അതേപോലെ സന്തോഷ വാർത്ത ഉണ്ട്. ഇവിടെ മറ്റേ സാധനം ഉണ്ട്. ആര് വെച്ചാ ആരാത്? കുഞ്ഞി പെങ്ങൾ. എല്ലാരും വിചാരിക്കും ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. ഇവിടെ കേട്ട് ആ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ ഭംഗി കൂടും തോന്നുന്നുണ്ട്. അങ്ങനെ ആള് കയറാൻ തീരുമാനിച്ച് വല്യച്ഛനും അനിയനും എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ. അവളങ്ങ് കയറാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ കുറെ കാലത്തിന് ശേഷമാണ് മരത്തിലും കാര്യങ്ങളും അവള് കയറുന്നത്. റിയാലിറ്റിയിലും ശരിക്കും പറഞ്ഞാൽ ആൾ ഇത്രയും ഹൈറ്റിലേക്ക് കയറിയത് ആൾക്കെന്നെ ടെൻഷൻ ആയിട്ടുണ്ട്. ഇറങ്ങാനുള്ള അഡ്വൈസും കാര്യങ്ങളും അനിയനും കൊടുക്കണ്ടായിരുന്നു. പറഞ്ഞ രീതിയിൽ 2 ഫോട്ടോസ് എടുത്ത് പിന്നെ അതിനുശേഷം ആളെങ്ങനെയൊക്കെ സാഹസികമായി ഇറങ്ങി. അതിനുശേഷം അമ്മയടക്കം കൈയടിച്ചു പോയി. കാരണം ഫസ്റ്റ് ടൈമാണ് അവൾ ഇങ്ങനെ കയറുന്നത്. അടിപൊളിയായിട്ട് വീഡിയോ. ബൈ. മോളിൽ കയറി ഇവിടെ ഒരാൾക്ക് തന്റെ വൈഫ് കൊടുത്ത കോഫി കുടിച്ചതും എന്തോ പ്രോബ്ലം ഫീൽ ചെയ്യുന്നു. ഉടനെ എഴുന്നേറ്റ് എവിടേക്കോ പോകുന്നു. ഈ ലേഡി അദ്ദേഹത്തിന്റെ പുറകെ തന്നെ പോകുന്നു. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ആ ലേഡിക്ക് കിട്ടാതിരിക്കുന്നതിനായി വീടിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അദ്ദേഹം താഴേക്ക് വീണതും ഫേസ് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ ചിന്നിച്ചിതറി പോകുന്നു. കാരണം അവരുടെ വീട് ഒരു മലമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം എന്തിനാണത് ചെയ്തതെന്ന് മനസ്സിലാവുന്നത്. കാരണം ഈ ലേഡി കുറെ വർഷങ്ങൾക്ക് മുൻപ് ഒരു തെറ്റ് ചെയ്തത് വീഡിയോയിൽ റെക്കോർഡായിരുന്നു. അത് കണ്ടുപിടിച്ച് അദ്ദേഹം ലാപ്ടോപ്പിൽ വെച്ചിരിക്കുന്നു. പക്ഷെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യാൻ അദ്ദേഹത്തിന്റെ ഫേസ് ആണ് പാസ്വേഡ് ആയിട്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫേസ് ചിതറിപ്പോയത് കൊണ്ട് ആ ലേഡിക്ക് ലാപ്ടോപ്പ് തുറക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടായ വളരെയധികം ടാലന്റഡ് ആയ ഒരു സ്കൾപ്ചർ ആർട്ടിസ്റ്റിനെ മീറ്റ് ചെയ്യുന്നു.
അയാളോട് തന്റെ ഹസ്ബൻഡിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് കള്ളം പറഞ്ഞ് അദ്ദേഹത്തെ പോലെ തന്നെ ഒരു പ്രതിമയുണ്ടാക്കി തരാൻ പറയുന്നു. അയാൾ ഇവർ പറഞ്ഞത് വിശ്വസിച്ച് അവരുടെ ഹസ്ബൻഡിനെ പോലെ തന്നെ ഒരു പ്രതിമയുണ്ടാക്കി കൊടുക്കുന്നു. അത് വെച്ച് ആ ലേഡി ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതിനു ശേഷമാണ് മനസ്സിലാവുന്നത് അതിന്റെ ഒറിജിനൽ പ്രിന്റ് ആ ഫ്രണ്ടിന്റെ കയ്യിലാണുള്ളത്. അത് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു സാക്ഷ്യമില്ലാതെ നശിപ്പിക്കുന്നതിനായി അവസാനം അയാൾക്കും ഒരു കോഫി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവിടെ ഒരാൾക്ക് തന്റെ വൈഫ് കൊടുത്ത കോഫി കുടിച്ചതും എന്തോ പ്രോബ്ലം ഫീൽ ചെയ്യുന്നു. ഉടനെ എഴുന്നേറ്റ് എവിടേക്കോ പോകുന്നു. ഈ ലേഡി അദ്ദേഹത്തിന്റെ പുറകെ തന്നെ പോകുന്നു. നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ആ ലേഡിക്ക് കിട്ടാതിരിക്കുന്നതിനായി വീടിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. അദ്ദേഹം താഴേക്ക് വീണതും ഫേസ് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത രീതിയിൽ എന്താ വേണ്ടേ? ഈ താലി ഒന്ന് മാറ്റണമായിരുന്നു. ഈ മോഡലിനെ നോക്കണ്ടേ? അല്ല, നമ്മളെ ആൾക്കാർക്ക് ഇതന്നെ ഇടുക, ഇതന്നെ മതിയാവും. അതന്നെ. ഹലോ, എന്താ സുഖം. എന്താ പറ്റിയേ? അത് കണ്ണി തയഞ്ഞു ഇതാ താലിന്റെ അതിന്റെ കണ്ണി തയഞ്ഞല്ലേ? എന്താ ഇത് മാറ്റാനാ? ബൈജോട്ടാ, ഇത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നല്ല കട്ടിയുള്ള സാധനം. അതാണല്ലോ, ഇവിടെ ഒന്നും ഒരു ഡാമേജും പറ്റിയിട്ടില്ല. ആകെ ഈ കണ്ണി മാത്രമേ തയഞ്ഞിട്ടുള്ളേ. നമുക്കുണ്ടല്ല ഈ കണ്ണി തയഞ്ഞെടുക്കുക കുറച്ച് സ്വർണം വെച്ച് പറ്റിക്കേണ്ട കേസേ ഉള്ളൂ. ഇത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല ബൈജോട്ടാ. ഈ താലി എന്നെല്ലാം പറഞ്ഞാല് ശരിക്ക് ആയുഷ്കാലം മുഴുവൻ ഉപയോഗിക്കേണ്ട സാധനമാണ്. അത് പെട്ടെന്ന് മാറ്റേണ്ടതാണ് എന്റെ അഭിപ്രായം.